ഹലോ മക്കളെ, അങ്ങനെ നമ്മളെല്ലാവരും നമ്മുടെ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നീറ്റ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി നമ്മുടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമ്മൾ വിചാരിച്ച അത്രയ്ക്ക് ഒരു ടഫ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. പക്ഷേ ചില സ്റ്റുഡൻസ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചില ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണോ അല്ലെങ്കിൽ ഭയങ്കര ടഫാണോ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മോഡറേറ്റ് ലെവലിലാണ് ഈ ഒരു വർഷത്തെ നീറ്റ് എക്സാം നടന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും മിസ് നമ്മുടെ കട്ട് ഓഫ് മാർക്ക് വരുന്നുണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാനായിട്ട് പോവാണ്. നമുക്ക് കറക്റ്റായിട്ട് ഇന്നതാണ് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, കാരണം അതിൻ്റെ കൺഫർമേഷൻ നമുക്ക് വന്നിട്ടില്ല. അത് വരുന്ന സമയത്ത് എൻ്റെ കുട്ടികളെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് പറയാനായിട്ട് സാധിക്കുക നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിയണം. ഓക്കെ, അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. എത്രത്തോളം സ്റ്റുഡൻസ് ആണ് ആ ഒരു നീറ്റ് എക്സാം എഴുതുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ പേപ്പർ ഡിഫിക്കൽട്ടി, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ഈസി ആയിരുന്നു അല്ലെങ്കിൽ ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണോ എന്നുള്ളതിനെ അത് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം ഭയങ്കര ഈസി എന്ന് പറയാൻ സാധിക്കില്ല, അതിൽ കുറച്ച് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഭയങ്കര ടഫാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മോഡറേറ്റ് ലെവലിലാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ഓഫ് മാർക്ക് ഭയങ്കരമായിട്ട് കുറവായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്പർ ഓഫ് സീറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിസിലായിരിക്കും നമ്മുടെ ഈ ഒരു കട്ട് ഓഫ് മാർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2022 ഏകദേശം 18.72 ലാക്ക് അപ്ലിക്കൻസ് ആയിരുന്നു നമ്മുടെ നീറ്റ് എക്സാമിന് ഉണ്ടായിരുന്നത്. ദെൻ 2023 നോക്കുകയാണെങ്കിൽ 20.87 ലാക്ക് അപ്ലിക്കൻസ് ആണ് നമ്മുടെ നീറ്റ് എക്സാമിന് ഉണ്ടായിരുന്നത്. ദെൻ ഫൈനലി ഇതേ നമ്മുടെ ഈ ഒരു 2024 കണക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 ലക്ഷം 25 ലാക്ക് അപ്ലിക്കൻസ് ആണ് ഈ ഒരു വർഷം. ഇത്രയും സ്റ്റുഡൻസ് ആണ് ഈ ഒരു വർഷം നമ്മുടെ നീറ്റ് എക്സാം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാകും, കാരണം വളരെ കുറവായിരിക്കില്ല, കോമ്പറ്റീഷൻ വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല, നമുക്ക് അത്യാവശ്യം കോമ്പറ്റീഷൻ നല്ലോണം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ വർഷത്തെയും നമുക്ക് കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2022 നിന്ന് 2023 വരുന്ന സമയത്ത് ഏകദേശം 2.15 ലാക്ക് സ്റ്റുഡൻസ്, അതായത് ഏകദേശം 11.5% ആണ് സ്റ്റുഡൻസിൻ്റെ ഇൻക്രീസ് ഉണ്ടായി. അത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ 2023 നിന്ന് 2024 വരുന്ന സമയത്ത് ഏകദേശം 4.2 ലാക്ക് സ്റ്റുഡൻസിൻ്റെ ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് കോമ്പറ്റീഷൻ ലെവലും നന്നായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം നമുക്കിനി ബാക്കിയുള്ള നമ്മുടെ ഈ കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും എന്ന് നമുക്ക് ഏകദേശം പറയാനായിട്ട് സാധിക്കാം. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2023 നമുക്ക് ജനറൽ കാറ്റഗറിക്ക് വന്നിട്ടുള്ളത് 620 ആണ്, 620 എബവ് ആണ് വരുന്നത്. ദെൻ OBC ആണെന്നുണ്ടെങ്കിൽ 618 ആണ്. ദെൻ EWS കാറ്റഗറിക്ക് 615. ദെൻ SC കാറ്റഗറിക്ക് 492 ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ST കാറ്റഗറിക്ക് 408 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ് മാർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 625 എബോവ് ആയിരിക്കും വരുന്നുണ്ടാവുക. 625 ആൻഡ് 625 എബോവ് ആയിരിക്കും ഈ വർഷത്തെ നമ്മുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു 10 മാർക്സ് കൂടാനോ അല്ലെങ്കിൽ 10 മാർക്സ് കുറയാനോ ഉള്ള സാധ്യതയുണ്ട്. എന്നാലും നമ്മളിപ്പോൾ ഒരു ഏകദേശം നമ്മൾ ഇതുവരെയുള്ളത് കട്ട് ഓഫ് മാർക്കൊക്കെ വെച്ച് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 625 എബോവ് ആണ് നമ്മുടെ ഈ ഒരു വർഷത്തെ കട്ട് ഓഫ് മാർക്ക് വരാനായിട്ടുള്ള സാധ്യതയുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു നീറ്റ് എക്സാം എന്നുള്ളത്, നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു, ഈസി ആയിരുന്നോ അതോ ടഫായിരുന്നോ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ നീറ്റ് എക്സാം എന്നുള്ളത്. ഓക്കെ.